ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാമേന്ദ്ര സിൽക്ക് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പേജിൽ നിന്ന്, അതൊരു കുത്തമ്പുള്ളിയുടെ ഒരു കടയാണ്. അപ്പോൾ അവിടെ നിന്ന് വിചിത്ര സിൽക്കിൻ്റെ ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെറും 155 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ 2 സാരി എടുക്കുക, കാരണം എനിക്ക് അതിലും വില കുറവിൽ കിട്ടി കേട്ടോ. 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണൊരു ബ്രൗൺ ഷെയ്ഡാണ്, അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ വീട്ടിൽ പോയപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി രണ്ടും ഒരുമിച്ച് വീഡിയോ ചെയ്യാമെന്ന്. പക്ഷേ ഞാനത് ആ വീട്ടിൽ വെച്ച് പോന്നു. അതിന് ശേഷമാണ് നമുക്ക് ഫോണൊക്കെ കിട്ടിയത്. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റിയില്ല വീഡിയോ. അപ്പോൾ അടിപൊളി സാരി എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. ലെങ്ത്തൊക്കെ നല്ല രീതിയിലുണ്ട്. ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും 155 രൂപയുടെ സാരിയല്ലേ, ലെങ്ത്ത് ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ ലെങ്ത്തൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ 155 രൂപയ്ക്ക് നല്ല വർത്തായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഈ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് മീഷോന്ന് ഞാൻ മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ട് വെറും 130 രൂപയ്ക്ക് മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചേക്കുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ. ഈ ഒരു ബ്ലൗസിൽ എല്ലാ കളറുകളും വരുന്ന കാരണം നമുക്ക് ഒട്ടുമിക്ക സാരികളും പ്ലെയിൻ സാരികൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഉടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് പ്രിൻസസ് കട്ടാണ് തയ്ച്ചേക്കണത്. ബാക്ക് ഓപ്പണാണ്, റൗണ്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇവിടെ അടുത്തൊരു ചേച്ചി അടിപൊളിയായിട്ട് തയ്ക്കും. അപ്പോൾ ബ്ലൗസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ആൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇതാണ് ബ്ലൗസ്. അപ്പോൾ നമുക്കിന്ന് ഇത് എടുത്തിട്ടൊരു ഒരു കുഞ്ഞ് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ സാരി എടുക്കട്ടെ. അപ്പോൾ ഇതാണ് സാരി ഉടുത്തിട്ടുള്ള ലുക്ക് കേട്ടോ. ഇനി നമുക്ക് മേക്കപ്പും കൂടി ചെയ്യണം. അപ്പോൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട പോലെ, ഇപ്പോൾ പ്രത്യേകിച്ചും ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കണ കാരണം അങ്ങനെ കെമിക്കൽ അടങ്ങിയിട്ടുള്ളൊന്നും മുഖത്ത് യൂസ് ചെയ്യാറില്ല. അതായത് ഫൗണ്ടേഷൻ പോലുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ആകെ കൂടി ലിപ്സ്റ്റിക്ക് മാത്രമാണ് പിന്നെ ഒരു കെമിക്കൽ എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പൗഡർ യൂസ് ചെയ്യും കേട്ടോ. അതൊരു കുറച്ചെടുത്തിട്ട് അങ്ങോട്ട് പൂശുക തന്നെ. അതെങ്ങനെയും പോകുമ്പോൾ മാത്രമാണ്, വീട്ടിൽ നിൽക്കുമ്പോൾ ഇടയില്ല കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഫസ്റ്റ് പൗഡറിലാണ് തുടങ്ങുക. ഞാൻ അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം പറ്റാറില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുളിക്കുന്നേക്കാളും മുന്നേ പാൽപ്പാടിയും ഇരട്ടിമധുരം മഞ്ഞളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് പറ്റാറ്. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് നമ്മുടെ മുഖത്തിന് കിട്ടും. അപ്പോൾ എൻ്റെ പിരികം ത്രെഡ് ചെയ്തിട്ട് കുറേ നാളായി. ഞാൻ തന്നെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുല്ലും പൊടിയൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഷേപ്പർ വേറെയാണ്, അത് കാണാനില്ല കേട്ടോ. ധൃതി കൂട്ടി വീഡിയോ എടുക്കാതിരുന്നപ്പോൾ ശ്രദ്ധിച്ചില്ല. പിന്നെ എനിക്കുള്ള മടി കൊണ്ട് ഞാൻ കയ്യിൽ കിട്ടിയത് എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. പിന്നെ എനിക്കിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഒരു കിതപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പിരികം നമ്മൾ റെഡിയാക്കണ മറ്റേ സംഭവമില്ലേ, അതും ഈ പറഞ്ഞ പോലെ എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ചീർപ്പ് വെച്ചിട്ടൊന്ന് ചീകി കൊടുക്കണം, ഒന്ന് സെറ്റാക്കണം. കാരണം എൻ്റെ പിരികം എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള, നല്ല എന്താ പറയുക, നല്ല രീതിയിൽ കട്ടിയുള്ള പിരികനാണ് കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിപ്പ് ഗ്ലോസ്സാണ്. ലിപ്പ് ഗ്ലോസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ലിപ്പ് ബാമാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ എല്ലാ ഇങ്ങനെ കുഞ്ഞ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് എൻ്റെ ലിപ്പ് നല്ല രീതിയിൽ ഡാർക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ ആ ഡാർക്ക്നെസ്സൊക്കെ മാറ്റിക്കൊണ്ട് വന്നേക്കാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ പിന്നെ ചെയ്യാം. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നേക്കാളും മുന്നേ ഒരു ലിപ്പ് ബാം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇടാറുള്ളൂ കേട്ടോ. ഡാസ്ലർ മാറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ ഒരു സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാനൊരു ലിപ്പ് ബാമോ ലിപ്പ് ഗ്ലോസ് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത്, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ വാസലിൻ എന്തെങ്കിലും ചെറുതായിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക ഒപ്പിക്കൊടുക്കും ചുണ്ട്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ. ലിപ്പിൽ നേരിട്ട് അപ്ലൈ ചെയ്യൽ ഞാൻ നിർത്തി, കാരണം എനിക്ക് പണി കിട്ടിയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ ചുണ്ട് ഇപ്പോൾ പണ്ടത്തേക്കാളും നിറം വെച്ചിട്ടുണ്ട്. പണ്ട് നല്ല ഡാർക്കായിരുന്നു കേട്ടോ ഇതിട്ടിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ്, എനിക്കത് വിട്ട് പിരിയാൻ തോന്നുന്നില്ല, കാരണം നല്ല ഷെയ്ഡായി കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നപ്പോഴാണ് കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നമായി ഞാൻ കണ്ടത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇന്നിപ്പോൾ കുറച്ച് എന്താ പറയുക വീടിന് പുറത്ത് നിന്നിട്ടാണ് കേട്ടോ വോയിസ് കൊടുക്കണത്. കാരണം ഫാൻ ഇടുമ്പോൾ ഫാനിൻ്റെ ഒച്ച നല്ല രീതിയിൽ കേട്ടിരുന്നു എന്നല്ല വീഡിയോയിൽ. അപ്പോൾ ഞാൻ റൂമിൽ ചൂടാണ്, അപ്പോൾ റൂമിലിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ കേൾക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ പുറത്ത് നിന്നിട്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ലിപ്സ്റ്റിക്ക് തന്നെ കുറച്ചെടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ഒരു ഐഷാഡോയ്ക്ക് പകരമായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ഉണ്ടാണെന്ന് മൂക്കുമ്മയും അങ്ങോട്ട് തേച്ച് വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര
ഞാൻ പണ്ടത്തെ വീഡിയോയിലൊന്നും എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ചുണ്ടുമ്മയൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ കാണില്ലായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര ക്ലാരിറ്റി കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഫോൺ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡാസ്ലറിൻ്റെ ഒരു പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്ലാക്ക് പൊട്ട് എല്ലാവരും സിമ്പിളായിട്ട് ഇങ്ങോട്ട് പോകുമ്പോഴും എടുത്ത് തുറന്നൊരു പൊട്ടാണ്. അപ്പോൾ എൻ്റെ അപ്പുറത്ത് പൊന്നൂസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ മേക്കപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ആളും അപ്പുറത്ത് നിന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ മീഷോന്ന് വാങ്ങിയ ഒരു കമ്മലാണ്. അപ്പോൾ ഇത് ഗ്രീനും റെഡും ആയതുകൊണ്ട് ഞാനത് ഇട്ടു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു കമ്മലാണ്. നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ. ഞാനിവിടെ എവിടെയെങ്കിലും ഇന്നലെ ഇട്ട വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എങ്ങാനും പിൻ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് നമ്മളിനി ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോണത്. ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ. ഞാൻ വിചാരിക്കുന്നത് ഒന്ന് മെടഞ്ഞിടാന്നാണ് വിചാരിക്കണത്. ഞാൻ ഓണത്തിന് എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഈ സാരി ഉടുത്തിട്ടാണ് പോയത്. അന്ന് ഞാൻ സാധാരണ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇങ്ങനെ പിന്നിയിട്ട് പിന്നെ അടിയിൽ നമ്മുടെ മുടിയുടെ അറ്റത്തൊരു ക്ലിപ്പ് ഇട്ടിട്ട് അങ്ങനെ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സാരിയാണ് അമ്മ ചോദിച്ചത്. പക്ഷേ ഞാൻ അമ്മയ്ക്ക് മറ്റേ കളർ കൊടുത്തിട്ട് പോന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ഐലൈനർ എഴുതിയില്ലാന്ന്. അപ്പോൾ ജസ്റ്റ് ഐലൈനർ ചെറിയ രീതിയിലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ടല്ല കേട്ടോ എഴുതണത്, നേരിട്ട് ഫോണിൽ തന്നെ നോക്കിയിട്ടാണ് എഴുതണത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ ഉണ്ട് ഐലൈനർ എഴുതാൻ നേരത്ത് കണ്ണിങ്ങനെ കിടന്ന് എപ്പോഴും അടയ്ക്കണ ഒരു സ്വഭാവം? എനിക്ക് കണ്ണിന് മുകളിലേക്ക് ഐലൈനർ എഴുതാനായിട്ട് ഇങ്ങനെ കൈ വയ്ക്കുമ്പോഴേക്കും കണ്ണിങ്ങനെ പെടപെടാന്ന് അടഞ്ഞു തുടങ്ങും കേട്ടോ. ഒരു വിധത്തിൽ നമ്മൾ പിടിച്ച് നിർത്താൻ നോക്കും. ചില സമയത്ത് കയ്യിൽ നിന്ന് ആകെ കൊള്ളാവാകെ പരന്ന് തവിട് പൊടിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഐലൈനർ എഴുതി കഴിഞ്ഞതിന് ശേഷം ഹെയർ സ്റ്റൈലിലേക്ക് ഞാൻ വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ ആദ്യം മുടിയൊക്കെ ചീകി നല്ല വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ തല കഴുകിയിട്ടില്ല, കാരണം ഇന്നലെ ഞാൻ തല വാഷ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ സൗണ്ട് നന്നായി അടഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ മെയിനായിട്ട് ഇന്ന് പാല് കുടിക്കണ കാരണം പിന്നെ എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും കഫക്കെട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് നേർവാച്ചിൽ എടുത്ത് നോക്കി, പിന്നെ അതെനിക്കൊരു രസമായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ വീണ്ടും മാറ്റി നോക്കി കേട്ടോ. കുറച്ച് നേരം നോക്കി ഇത് റെഡി ആവില്ല എന്നൊക്കെ. പിന്നെ എനിക്ക് തോന്നി വേണ്ട, നമുക്ക് നമ്മുടെ സൈഡ് വാച്ചിൽ തന്നെയാണ്. വാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് വാച്ചിൽ നിന്നാണ് കേട്ടോ പറയാം. ഇങ്ങനെ സൈഡിൽ നിന്ന് മുടി ഇങ്ങനെ എടുക്കണേനെ സൈഡ് വാച്ചിൽ വാച്ചിൽ എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് മുടി ഞാൻ മെടഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ എന്താ പറയുക, സാരിയുടെ ഒപ്പമൊക്കെ മെടഞ്ഞിടാൻ നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മെടഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. കുറച്ച് മുല്ലപ്പൂവും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായോടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മെടഞ്ഞിട്ട് മുല്ലപ്പൂ വയ്ക്കാനായിട്ട്. പക്ഷേ ഞാൻ പൊതുവേ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ എങ്ങടെയൊക്കെ പോകുമ്പോഴും അങ്ങനെ മെടഞ്ഞ് വെക്കാറില്ല. ഇനി എന്തെങ്കിലും വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കണം എന്നുണ്ട് എനിക്ക്. ഇനി വല്ല ഫംഗ്ഷൻസ് വരികയാണെങ്കിൽ ഞാൻ വെക്കുമ്പോൾ എനിക്ക് കാട്ടിത്തരാം കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ മെടച്ചിൽ കഴിഞ്ഞ് നമ്മൾ ആ മുടി ഒന്ന് ഇങ്ങനെ എന്താ പറയുക, ഞാൻ പാക്കിയില്ല അതുപോലെ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി മുടിക്ക് തിക്നെസ് തോന്നും. അപ്പോൾ ഞാൻ മുടി ലെങ്ത്ത് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ നീളം വയ്ക്കില്ല, ലെങ്ത്ത് കുറയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടമായിട്ടോ. എനിക്ക് ഒന്നാമത് ഈ സാരിയും ബ്ലൗസൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതിൽ കാണേക്കാളും കുറച്ചും കൂടി ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് ഉടുത്തിട്ട് കേട്ടോ. എന്നെയല്ല, സാരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ടനും എല്ലാവർക്കും ഞാൻ സാരി ഉടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും അതെ, ഭയങ്കര ഇഷ്ടമാണ് സാരി ഉടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ 2-3 കളറും കൂടി ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റോക്ക് ഔട്ടായെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അവർ അവൈലബിൾ ആയി കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2-3 ഷെയ്ഡും കൂടി വാങ്ങണമെന്നുണ്ട്, കാരണം നല്ല സാരിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ തന്നെ പറയുകയാണ് അടിപൊളിയായിട്ടുണ്ടെന്ന്. നിങ്ങൾ പറയൂ കേട്ടോ അടിപൊളിയായിട്ടുണ്ടോ എന്ന്. സിമ്പിൾ മേക്കപ്പ് അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ.